بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ മക്കളെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ പാഠത്തിൻ്റെ ശേഷം വരുന്ന 9ാമത്തെ പാഠമാണ് എടുക്കുന്നത്. ദുറൂസിൽ വർക്ക് ബുക്കിലെ ദുറൂസിലെ 9ാമത്തെ അധ്യായം പാഠം പേജ് നമ്പർ 57. ഈ പാഠത്തിലൂടെ നമ്മൾ പ്രധാനമായും 4 മലയാള അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. 4 എടുത്തത് ഡ എന്ന അക്ഷരം, നമ്മൾ പഠിച്ച ഡ. ദാല് എന്ന അക്ഷരത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഈ അക്ഷരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ആ 4 അക്ഷരങ്ങൾ. ഇവിടെ നിങ്ങൾ 2 ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? 2 ചിത്രങ്ങൾ ഈ പാഠത്തിൽ നിങ്ങൾ കാണുന്നു. ഒന്നാമത്തെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കുട എന്നുള്ള ചിത്രമാണ്. മറ്റൊന്ന് വണ്ടി എന്നുള്ള ചിത്രം. എന്ത് വണ്ടിയാണ്? കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി. കുതിരനെ മുന്നിൽ വെച്ചാൽ കുതിരവണ്ടിയായി, കാളനെ മുന്നിൽ കെട്ടിയാൽ കാളവണ്ടിയായി. എന്തായാലും വണ്ടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പാഠത്തിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും പാഠം തുറന്നു വെക്കണം. പാഠം 9 കുട വണ്ടി. ഇനി നോക്കൂ, 4 അക്ഷരങ്ങളാണ് ഇവിടെ. ഒന്ന് ചുവന്ന കളറിൽ കണ്ടോ നിങ്ങൾ? ദാലിൻ്റെ അടിയിൽ ഒരു പുള്ളി ഇട്ടാൽ ഫതഹിട്ടു, ഡ എന്നാണ് പറയുക. ഡ, കുട എന്ന് നമ്മൾ പറയൂലേ? നിങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും. കുട, ഡ. ശേഷം ന്, കണ്ണ് എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ച ണ് എന്നില്ലേ? അതിനോട് ചേർന്ന് ഡ എന്ന അക്ഷരത്തിന് കസ്ർ വന്ന ഡി, ഫതഹ് നണ്ട അല്ലേ? 2 അക്ഷരം കൂടി ചേർന്ന്. ഏതൊക്കെ? ണ് എന്നുള്ള അക്ഷരവും ഡ എന്നുള്ള അക്ഷരം വന്നാൽ ഡ എന്നുള്ള അക്ഷരം പുതിയത് പഠിക്കുന്നത്. ആ ഡ എന്നതിന് കസ്ർ വന്ന ഡി എന്നായത്. വണ്ടി. നോക്കൂ, 4 അക്ഷരങ്ങൾ. ഒന്ന് ഡ, സാധാരണ നമ്മൾ കുട, വടി, തടി എന്നൊക്കെ പറയുന്നത് പോലെ ഡ. അതിന് ചെയ്യേണ്ടത് ദാലിട്ടു, അതിന് താഴെ ഒരു പുള്ളി, മുകൾ ഫതഹ്, ഡ. മറ്റൊന്ന് ട, മുട്ട, അട്ട, ചട്ട, പട്ടി. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ? ആ ഡ എന്നതിനെ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ കട്ടി കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി. ഡ ട. അതിനെന്ത് ചെയ്യണം? അതിന് ഒരു ശ്രദ്ധ കൊടുത്താൽ മതി, ട. ഇനി മറ്റൊന്ന് ഡ എന്നുള്ള അക്ഷരം. നേരത്തെ ഞാൻ പറഞ്ഞു ണ് എന്നുള്ള അക്ഷരവും ചേർത്തി അതിനോട് കൂടെ ഡ എന്നത് ചേർത്തിയാൽ ഡ. വണ്ടി, ഉണ്ട എന്നൊക്കെ പറയില്ല. മറ്റൊന്ന് ഡ, പാഠം എന്ന് പറയില്ല. പാഠം, പഠിക്കുക, പഠനം, അതൊക്കെ ഡ. അത് ഈ ഒരു ഡായാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ ഡ, അതിൻ്റെ കൂടെ ഹാഇനെ ചേർത്തി കൊടുക്കുക. അപ്പം ഡ. ഈ 4 അക്ഷരങ്ങൾ ഡ, ഠ, ഡ, ഡ. ഇനി താഴെ നോക്കൂ. ഇതിനൊക്കെ ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ താഴെ പഠിക്കും. ദ, ഞാൻ നേരത്തെ പറഞ്ഞു ദ എന്നുള്ള അക്ഷരത്തിൽ നിന്നാണ് ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. ദ, അതിൻ്റെ അടിയിൽ ഒരു പുള്ളിയിട്ടപ്പോൾ ഡ. ഡി, ഡു, ഡ്. ഡ, ഡി, ഡു, ഡ്. ഇനി മറ്റൊന്ന് ട. ഇത് ഡ, ഇത് ഡ. ഹ ചേർത്തിയാൽ പഠനം, പാഠം, പഠിക്കുക എന്നൊക്കെ പറയാം. മറ്റൊന്ന് ണ എന്നുള്ളതിന് സുക്കൂനുള്ള ണ് എന്നുള്ള അക്ഷരവും അതിൻ്റെ കൂടെ ഡായും ചേർന്ന ഡ, ഡി, ഡു. എങ്ങനെയാണ് വരൽ? ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ണ് എന്നുള്ള അക്ഷരവും പ്ലസ് ഡായും ചേർന്നാൽ ഡ എന്നുള്ള അക്ഷരമായി. അപ്പോൾ ഇനി നോക്കൂ, അക്ഷരങ്ങൾ നിങ്ങൾക്ക് വ്യത്യസ്തം മനസ്സിലായില്ലേ? 4 അക്ഷരവും. ഇനി താഴെ ഒരുപാട് വാക്കുകൾ വായിക്കാം, എഴുതാം. ഒരുപാട് വാക്കുകൾ തന്നിട്ടുണ്ട്. ഉസ്താദ് വായിച്ചു തരാം. ഖദനം,
സാധാരണ ദ മാത്രമാണ് വരുന്നത്. കഥനം, കഥനം, കിടിലം, കാഫിന് കസ്ർ, കിഡി, ഡ എന്നതിന് കസ്ർ വന്നു, കിടിലം. മറ്റൊന്ന് കഠിനം. ഏത് ഡായാണ്? സാധാരണ ഡാൻ്റെ കൂടെ ഹ വന്നത്, കഠിനം. ഇനി നടു, നടു, സാധാരണ ഡാക്ക് ലമ്മ് വന്നത്, ചൂട്. വട്ടം, ഡ എന്നതിന് ഷദ് നൽകി ഠ എന്നാക്കി, വട്ടം. മറ്റൊന്ന് കട്ടിൽ, പട്ടണം, പട്ടണം. പാട്ടുപാടി, പാട്ടുപാടി. ഇവിടെ ട എന്ന് വന്നു, ഡ എന്ന് വന്നു. പാട്ടു എന്നുള്ളിടത്ത് ട എന്നാണ്, പാടി എന്നുള്ളിടത്ത് ഡ എന്നാണ്, പാട്ടുപാടി. മറ്റൊന്ന് തൊണ്ട, ണ് എന്നും പ്ലസ് ഡായും ചേർന്ന് ണ്ട, തൊണ്ട. കണ്ടു, വണ്ട്. മറ്റൊന്ന് ഞണ്ട്, ഞ എന്നുള്ളത് അടിയിൽ 3 പുള്ളിയും മുകളിൽ ഒരു പുള്ളിയിട്ട ഞ, ശേഷം ണ് ഡ്, ഉണ്ട്, ഞണ്ട്. മറ്റൊന്ന് ചെണ്ട മുട്ടി, ചേ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചാണ്, ണ്ട, ചെണ്ട, മുട്ടി, ടാക്ക് കട്ടി കൂട്ടിയ ഠ, ടി, കസറിട്ട്, ചെണ്ട മുട്ടി. മറ്റൊന്ന് ചുണ്ട്, ചുണ്ട്. ഒന്നുകൂടി അത് പെട്ടെന്ന് വായിക്കാം, നിങ്ങൾ കൂടെ വായിച്ചാൽ മതി. കഥനം, കിടിലം, കഠിനം, നടു, ചൂട്, വട്ടം, കട്ടിൽ, പട്ടണം, പാട്ടുപാടി, തൊണ്ട, കണ്ടു, വണ്ട്, ഞണ്ട്, ചെണ്ട മുട്ടി, ചുണ്ട്. ഈ താഴെ നിങ്ങൾ നോക്കൂ, 2 വാക്കുകളില്ലേ. ഒന്നാമത്തത് നന്നായി, അല്ലേ, നന്നായി പഠിക്കണം, പഠിക്കണം. സാധാരണ ഡാൻ്റെ കൂടെ ഹ ചേർന്ന പഠി, പഠനം, പാഠം എന്നൊക്കെ പറഞ്ഞ പഠി, പഠിക്കണം. അപ്പം നന്നായി പഠിക്കണം. മറ്റൊന്ന് പാഠം പഠിച്ചു, പാഠം പഠിച്ചു. ഏത് ഡായാണ്? സാധാരണ ഡാൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഹായിനെ ചേർത്തിയാൽ ഢ എന്നുള്ള, പാഠം പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ ഇപ്പുറത്ത് അതിൻ്റെ കൂടെയുള്ള കള്ളിയിലേക്ക് എഴുതണം. ശേഷം അടുത്ത പേജിൽ നോക്കാം. വായിക്കാം എഴുതാം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന വർക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വാക്കുകളുണ്ട്. ഒന്ന് ഉസ്താദ് വായിച്ചു തരാം. എ, അലിഫിന് യകാരം നൽകി. എല്ലാം, എല്ലാം പടച്ചവൻ അല്ലാഹു. എല്ലാം പട, അല്ലേ, സാധാരണ ഡയാണ്, പടച്ചവൻ അല്ലാഹു. ഒന്നുകൂടി വായിക്കാം. എല്ലാം പടച്ചവൻ അല്ലാഹു. മറ്റൊന്ന് കുട്ടി. ഒന്നാമത്തെ അക്ഷരം ഏതാണ്? കാഫ്, അതിന് ലൊമ്മ്, കു, ടി. ഡ എന്നതിന് ഷദ് വന്നിട്ടുണ്ട്, ടി, കുട്ടി. കട്ടിലിൽ, കട്ടിലിൽ, കണ്ടില്ലേ, കട്ടിലിൽ കിടന്നു. ഇവിടെ 2 ട വന്നിട്ടുണ്ട്, ഒരു ഡായും വന്നിട്ടുണ്ട്. കുട്ടി കട്ടിലിൽ കിടന്നു. താഴെ നോക്കൂ, പട്ട് നൂൽ. സാധാരണ ഡ എന്നതിന് ഷദ് വന്നാൽ ട എന്നായി, അതിന് സുക്കൂൻ, പട്ട് നൂൽ, പട്ട് നൂൽ. മറ്റേ മഠം, മഠം, പാഠം എന്നതിൽ ഡ ഇല്ലേ, മഠം. പഠിതാവ്, പഠിതാവ്, പഠിതാവ്. ഈ പഠിതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പഠിക്കുന്ന ആൾ എന്നാണ്. അല്ല ഈ പഠിക്കുന്ന ആൾക്കാർ പഠിതാവ്. നിങ്ങളെല്ലാവരും പഠിതാക്കന്മാർ ആവണം. എൻ്റെ മക്കളെല്ലാവരും പഠിതാക്കന്മാർ ആവണം. പഠിതാവ്. മറ്റൊന്ന് മിഠായി. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമല്ലേ, മിഠായി. മിഠായി അതിന് ഏതിട്ടാണ് കൊടുക്കൽ? ഒന്ന് ആ വട്ടത്തിലുള്ള ടാ, അല്ലേ, സാധാരണ ഡായും അതിൻ്റെ കൂടെ ഹാവും ചേർന്ന മിഠായി. ഇനി എൻ്റെ രക്ഷിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേട്ടെടുക്കാനുള്ള ഭാഗമാണ് താഴെയുള്ളത്. ഉസ്താദന്മാർ ഒന്നെങ്കിൽ ക്ലാസ്സിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശം തന്നാൽ
ഇവിടെ നേരത്തെ താഴെ എഴുതിയതുപോലെ തന്നെ യ എ ഒ ഓ ന, ഏതൊക്കെ യ എ ഒ ഓ ന, ഈ അക്ഷരങ്ങൾ വെച്ച് ഉൾക്കൊള്ളുന്ന വാക്കുകൾ. ഇപ്പോൾ എ എന്നാണെങ്കിൽ എലി, എല്ല്, എ എന്നാണെങ്കിൽ ഏലം. അവർ പഠിച്ച കുറേ വാക്കുകൾ പഠിച്ച തന്നെ ആവണം. ഇനി പഠിക്കാത്തതും അവർ കൊടുക്കാം, പക്ഷേ അവർ പഠിച്ച അക്ഷരം ഉൾക്കൊള്ളുന്ന വാക്കാവണം. എ ഒ ഓ പിന്നെ ന എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോന്നിനും ഒരു 3-4 വാക്ക് വെച്ചിട്ട് താഴെ നിങ്ങൾ ഒരു കേട്ടെഴുത്തെടുത്ത് ഉസ്താദിന് അത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ മക്കൾക്കും നല്ല പഠിക്കാൻ കഴിയട്ടെ. ഉസ്താദ് ദുആ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉസ്താദിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.